Hey everyone, welcome back to my YouTube channel Spoco Loco English. നമ്മൾ ഇന്ന് കുറച്ച് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഡിയംസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആസ് പ്രിറ്റി ആസ് എ പിക്ചർ. നല്ല ഭംഗിയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഇഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. അവളുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹർ സ്മൈൽ ഈസ് ആസ് പ്രിറ്റി ആസ് എ പിക്ചർ. അല്ലെങ്കിൽ ആ കുട്ടിയെ പുതിയ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് ചൈൽഡ് വാസ് as pretty as a picture in that new outfit. സെക്കൻഡ് വൺ ഈസ് ക്യൂട്ട് as a button. എക്സ്ട്രീംലി ക്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അവളുടെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹെർ ഹെയർ സ്റ്റൈൽ ടുഡേ ഈസ് ക്യൂട്ട് as a button. അല്ലെങ്കിൽ നിന്നെ പഴയ ഫോട്ടോയിൽ കാണാനില്ലേ നല്ല ക്യൂട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് യു ലുക്ക്ഡ് ക്യൂട്ട് as a button in that old photo. തേർഡ് വൺ ഈസ് ഫ്രഷ് as a daisy. ചിലരെ കാണുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര ഉന്മേഷമുള്ളവരായിട്ടൊക്കെ തോന്നത്തില്ലേ, അങ്ങനെയുള്ളവർ പറയാനായിട്ടാണ് ഫ്രഷ് as a daisy എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അവൾ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നത് ഭയങ്കര ഉന്മേഷത്തോടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ entered ക്ലാസ് റൂം as fresh as a daisy. അല്ലെങ്കിൽ കുറച്ച് സമയം പുറത്ത് ഇറങ്ങി നടന്നതിന് ശേഷമൊക്കെ എനിക്ക് കുറച്ച് ഉന്മേഷം ഫീൽ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ഐ ഫെൽറ്റ് ഫ്രഷ് as a daisy. ഫോർത്ത് വൺ ഈസ് ഏജ്ലെസ് ബ്യൂട്ടി. ചിലർ കണ്ടിട്ടില്ലേ, ചർമ്മം കണ്ടാൽ പ്രായം തോന്നത്തേ ഇല്ല, ഒരിക്കലും നഷ്ടപ്പെടാത്ത സൗന്ദര്യം, നിത്യ സൗന്ദര്യം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഏജ്ലെസ് ബ്യൂട്ടി യൂസ് ചെയ്യുന്നത്. അവളുടെ ഈ പ്രായത്തിലുള്ള സൗന്ദര്യം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി, ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐ അമേസ്ഡ് ബൈ ഹർ ഏജ്ലെസ് ബ്യൂട്ടി. അല്ലെങ്കിൽ ഈ നിത്യ സൗന്ദര്യം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏജ്ലെസ് ബ്യൂട്ടി ഈസ് എ ഗിഫ്റ്റ് ദാറ്റ് വെരി ഫ്യൂ പീപ്പിൾ ഹാവ്. അവർ ലാസ്റ്റ് ഇഡിയം ഈസ് ഫെദർ ഇൻ യുവർ ക്യാപ്. ഇത് നമ്മൾ കൂടുതൽ ആരെങ്കിലും അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് ശരിക്കും നല്ലൊരു നേട്ടമാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ഫ്ലുവൻലി ഈസ് എ റിയലി ഫെദർ ഇൻ യുവർ ക്യാപ്. അല്ലെങ്കിൽ ആ മത്സരത്തിൽ വിജയിച്ചത് ഒരു വലിയ നേട്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിന്നിംഗ് ദാറ്റ് കോമ്പറ്റീഷൻ ഈസ് എ റിയൽ ഫെദർ ഇൻ യുവർ ക്യാപ്. സോ ഇന്നത്തെ നമ്മുടെ ഇഡിയം ഇത്രേ ഉള്ളൂ. ഡെയിലി കോൺവെർസേഷൻസിലെ ഇഡിയംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, don't forget to like, share, comment and subscribe. See you in next video.